ലിങ്ക് ലെവൽ ഡിസൈനാണ്. ഈ ലിങ്ക് ലെവൽ ഡിസൈനിൽ തന്നെ വേറെയും 4 സബ് ടോപ്പിക് വരുന്നുണ്ട്. മോഡുലേഷൻ ടെക്നിക്സ്, ചാനൽ കോഡിംഗ് ആൻഡ് ലിങ്ക് ലെയർ റീട്രാൻസ്മിഷൻ, പിന്നെ ഫ്ലാറ്റ് ഫെയ്ഡിങ് കൗണ്ടർ മെഷേഴ്സ്, ഇൻ്റർ സിമ്പൽ ഇൻ്റർഫിയറൻസ് കൗണ്ടർ മെഷർ. ഈ ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താ പറയുക വെച്ചാൽ, ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ദ ലിങ്ക് ലെവൽ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഇൻ ദ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, ദ നെറ്റ്വർക്കിംഗ് ആർക്കിടെക്ചർ ഓഫ് ദി ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ നെറ്റ്വർക്കിംഗ് ആർക്കിടെക്ചറിൽ ഏറ്റവും ലോവസ്റ്റ് ലെയറായിട്ട് നമ്മൾ പറയുന്നതാണ് ലിങ്ക് ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദ ലിങ്ക് ലെവൽ ഈസ് ദി ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് കൺഫൈൻഡ് ടു ദ ലിങ്ക് ദാറ്റ് എ ഹോസ്റ്റ് ഈസ് ഫിസിക്കലി കണക്റ്റഡ് ടു. അതായത് ഈ ലിങ്ക് ലെവൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെത്തേഡാണ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. അതിനെ നമ്മൾ ഹോസ്റ്റുമായിട്ട് ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദ ലിങ്ക് ലെവൽ ഈസ് ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ നെറ്റ്വർക്ക് കോമ്പോണൻറ്റ് യൂസ്ഡ് ടു ഇൻ്റർകണക്ട് ഹോസ്റ്റ് ഓർ നോഡ്സ് ഇൻ ദ നെറ്റ്വർക്ക്. അതായത് ഈ ലിങ്ക് ലെവൽ ഡിസൈനിൽ കൂടി നമുക്ക് ഫിസിക്കലായിട്ട് ഹോസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ അതൊരു ലോജിക്കൽ നെറ്റ്വർക്കാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യും. ഇൻ്റർനെറ്റിലെ എല്ലാ നോഡ്സ് ഉണ്ടല്ലോ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനും ഈ ലിങ്ക് ലെവൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ലിങ്ക് ലെവൽ ഡിസൈൻ ആൻഡ് സം പ്രോപ്പർട്ടീസ് ഓഫ് ദി ലിങ്ക് ലെവൽ ഡിസൈൻസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദിസ് സെമിനാർ. അപ്പോൾ നമ്മൾ ഈ സെമിനാറിൽ മെയിനായിട്ട് പറയുന്നത് ലിങ്ക് ലെവൽ ഡിസൈൻ എന്താണെന്നും പിന്നെ നമ്മൾ കുറച്ച് ഡിസൈൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിങ്ക് ലെവൽ ഡിസൈൻസ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ. ഇനി കണ്ടൻ്റാണ് പറയുന്നത്. കണ്ടൻറ്റിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലിങ്ക് ലെവൽ ഡിസൈൻ, സെക്കൻഡായിട്ട് മോഡുലേഷൻ ടെക്നിക്ക്, മൂന്നാമതായിട്ട് ചാനൽ കോഡിംഗ് ആൻഡ് ലിങ്ക് ലെയർ ട്രാൻസ്മിഷൻ, പിന്നെ നാലാമതായിട്ട് ഫ്ലാറ്റ് ഫെയ്ഡിങ് കൗണ്ടർ മെഷേഴ്സ്, പിന്നെ അഞ്ചാമതായിട്ട് ഇൻ്റർ സിമ്പൽ ഇൻ്റർഫിയറൻസ് കൗണ്ടർ മെഷേഴ്സ്. ഇങ്ങനെ 5 ടോപ്പിക്സാണ് നമ്മൾ ഈ സെമിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലിങ്ക് ലെയർ ഡിസൈൻ എന്താണെന്നാണ്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദി ഗോൾ ഓഫ് ലിങ്ക് ലെവൽ ഡിസൈൻ ഈസ് ടു പ്രൊവൈഡ് ഹൈ ഡാറ്റ റേറ്റ് വിത്ത് ലോ ഡിലേയ്സ് ആൻഡ് BERs വൈൽ യൂസിങ് മിനിമം ബാൻഡ് വിഡ്ത്ത് ആൻഡ് ട്രാൻസ്മിറ്റ് പവർ. അതായത് നമ്മൾ മിനിമം ബാൻഡ് വിഡ്ത്തും ട്രാൻസ്മിറ്റ് പവറും യൂസ് ചെയ്തുകൊണ്ട് ഹൈ ഡാറ്റ റേറ്റ്സ് കാണിക്കും വിത്ത് ലോ ഡിലേയ്സ് ആൻഡ് BERs. ഈ ഹൈ ഡാറ്റ റേറ്റിൽ നമ്മൾ ഡിലേ കുറവായിരിക്കും, പിന്നെ BERസും കുറവായിരിക്കും. BERs എന്ന് പറയുന്നത് ബിറ്റ് എറർ റേറ്റിനെയാണ്. അപ്പോൾ ഇതാണ് ഈ ലിങ്ക് ലെവൽ ഡിസൈൻ്റെ ഒരു പ്രധാന ഗോൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ദ ലിങ്ക് ലെയർ ഡിസൈൻ മസ്റ്റ് പെർഫോം വെൽ ഇൻ റേഡിയോ എൻവയോൺമെൻറ്റ് വിത്ത് ഫെയ്ഡിങ്, ഷാഡോയിങ്, മൾട്ടിപാത്ത് ആൻഡ് ഇൻ്റർഫിയറൻസ്. അതായത് ലിങ്ക് ലെവൽ ഡിസൈന് എന്താ പറയുക, നന്നായി പെർഫോം ചെയ്യുന്നത് റേഡിയോ എൻവയോൺമെൻറ്റിലാണ്. അതിന് ഫെയ്ഡിങ് ഉണ്ടായിരിക്കും, ഷാഡോയിങ് ഉണ്ടായിരിക്കും, പിന്നെ അത് മൾട്ടി പാത്ത് ആയിരിക്കും ആൻഡ് ഇൻ്റർഫിയറൻസും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ലോ പവർ ഇംപ്ലിമെൻറ്റേഷൻസ് ആർ നീഡഡ് പർട്ടിക്കുലർലി ഫോർ ദി മൊബൈൽ യൂണിറ്റ്സ് വിച്ച് ഹാവ് ലിമിറ്റഡ് ബാറ്ററി പവർ. അതായത് ഇതിന് ലോ പവർ, അതായത് കുറച്ച് പവർ കൊടുത്തിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് മാത്രം മതി ഫോർ മൊബൈൽ യൂണിറ്റ്സിന്. അതിന് എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പവർ നമ്മൾ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ 3 പോയിന്റ്സിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിങ്ക് ലെയർ ഡിസൈനിൻ്റെ നാലാമത്തെ പോയിന്റായി പറയുന്നത് ലോ കോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ഫോർ ബോത്ത് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആർ ക്ലിയർലി ഡിസൈറബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലിങ്ക് ലെയർ ഡിസൈൻ നമ്മൾ ലോ കോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്മിറ്ററിനും റിസീവറിനും ക്ലിയർലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ, മെനി ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻഡ്യൂസ് ട്രേഡ് ഓഫ്സ് ഇൻ ദ ചോയ്സ് ഓഫ് ലിങ്ക് ലെവൽ ഡിസൈൻ ടെക്നിക്സ്. അതായത് നമ്മളിപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു ലിങ്ക് ലെവൽ ഡിസൈനിൻ്റെത്. എല്ലാം തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്.
പിന്നെ അത് അതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് പറയുന്നതാണ് ട്രേഡ് ഓഫ്സ് ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ അതാണ് നമ്മൾ ലിങ്ക് ലെവൽ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മോഡുലേഷൻ ടെക്നിക്സ്. അതിൽ നമ്മൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എൻകോഡിങ് എ ഡിജിറ്റൽ ഇൻഫോർമേഷൻ സിഗ്നൽ ഇൻ ടു ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഓർ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. അതായത് ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ഫ്രീക്വൻസി ഇതിനൊക്കെ എൻകോഡ് ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. A modulation technique encodes several bits into one symbol, and the rate of symbol transmission determines the bandwidth of the transmitted signal. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും ഫ്രീക്വൻസിനൊക്കെ എൻകോഡ് ചെയ്യുന്നുണ്ട് ഈ മോഡുലേഷൻ ടെക്നിക്കിലൂടെ. ഈ എൻകോഡ് ചെയ്യുന്ന അതായത് കുറേ ബിറ്റ്സിനെ എൻകോഡ് ചെയ്തിട്ട് വൺ സിമ്പിൾ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ മോഡുലേഷൻ ടെക്നിക്കിൽ. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റേറ്റ് ഓഫ് സിമ്പിൾ ട്രാൻസ്മിഷനാണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി സിമ്പിൾ റേറ്റ്. ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ ജനറലി ഈൽഡ് എ ഹയർ ഡാറ്റ റേറ്റ് ഫോർ എ ഗിവൻ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്. അതായത് നമ്മൾ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടെത്തുന്നത് സിമ്പിൾ റേറ്റ് കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ ഡാറ്റ റേറ്റ് ആണ് കിട്ടുക ഫോർ ഗിവൺ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത്. അതായത് ഈ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ലാർജ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ വരുമ്പോൾ ഹയർ ഡാറ്റ റേറ്റ് നമുക്ക് കിട്ടും. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നമ്മൾ ഈ മോഡുലേഷൻ ടെക്നിക്കിൻ്റെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ലാർജ് ദി നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ ദ ഗ്രേറ്റർ ദ റിക്വയർഡ് റിസീവ്ഡ് SNR ഫോർ എ ഗിവൺ ടാർഗറ്റ് BER. അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിസീവ്ഡ് SNRഉം ഇൻക്രീസ് ചെയ്യും ഫോർ എ ഗിവൺ ടാർഗറ്റ് BER. ഇവിടെ SNR എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. പിന്നെ BER നമ്മൾ നേരത്തെ പറഞ്ഞു ബിറ്റ് എറർ റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് BERൽ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിമ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രേറ്റർ ദി റിക്വയർഡ് റിസീവ്ഡ് SNR, അവിടെ കിട്ടുന്ന SNRൻ്റെ അളവും ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ ആ പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. ഇൻ ലീനിയർ മോഡുലേഷൻ the amplitude or phase of the transmitted signal varies linearly with the digital modulating signal, whereas the transmitted signal amplitude is constant for non-linear techniques. അതായത് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, ലീനിയറും ഉണ്ട് നോൺ ലീനിയറും ഉണ്ട്. അതിൽ ലീനിയർ മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡും ഫേസ് ഇനി നമ്മൾ അതായത് നോൺ ലീനിയർ ടെക്നിക്സിൻ്റെ കേസിൽ ഈ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ലീനിയർ മോഡുലേഷൻ ടെക്നിക്സ് ഇൻക്ലൂഡിങ് ഓൾ ഫോംസ് ഓഫ് ക്വാഡ്രാച്വർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ് use less bandwidth than non-linear techniques, including various forms of frequency or minimum shift key. അപ്പോൾ നമ്മൾ ലീനിയർ മോഡുലേഷൻ്റെ കേസിൽ അവിടെ കുറേ ഫോംസ് ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഫോമാണ് നമ്മൾ പറയുന്നത് ക്വാഡ്രാച്വർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, QAM എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. പിന്നെ ഫേസ് ഷിഫ്റ്റ് കീയിങ് ഉണ്ട്, അത് നമ്മൾ PSK എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ നമ്മൾ ചെറിയ ബാൻഡ് വിഡ്ത്ത് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നോൺ ലീനിയറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് മിനിമം ഷിഫ്റ്റ് കീയിങ് ഓർ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് എന്നും പറയും, FSK ഓർ MSK.
അപ്പോൾ നമ്മൾ ലീനിയറിൻ്റെ കേസും പറഞ്ഞു, നോൺ ലീനിയർ മോഡുലേഷൻ്റെ കേസും, അങ്ങനെ 2 ടൈപ്സിൻ്റെ എന്താ പറയുക സവിശേഷതയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോൺ ലീനിയർ ആൻഡ് ലീനിയർ മോഡുലേഷൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. അതിൽ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദി ആംപ്ലിഫയേഴ്സ് യൂസ്ഡ് ഫോർ ലീനിയർ മോഡുലേഷൻ ഈസ് ലീനിയർ ആൻഡ് ദീസ് ആംപ്ലിഫയേഴ്സ് ആർ മോർ എക്സ്പെൻസീവ് ആൻഡ് ലെസ് എഫിഷ്യൻറ്റ് ദാൻ നോൺ ലീനിയർ ആംപ്ലിഫയേഴ്സ്. അതായത് നമ്മൾ ലീനിയർ മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സ് ലീനിയർ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. അതെന്ന് പറയുന്നത് മറ്റേ നോൺ ലീനിയർ മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ലീനിയർ മോഡുലേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ മോസ്റ്റ് വയർലെസ് ലാൻഡ് പ്രൊഡക്ട്സ് whereas non-linear techniques are used in most cellular and wide area wireless data systems. നമ്മൾ ലീനിയർ മോഡുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് വയർലെസ് ലാൻഡ് പ്രൊഡക്ട്സിലാണ് ലീനിയർ മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ നോൺ ലീനിയർ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് സെല്ലുലാറും പിന്നെ വൈഡ് ഏരിയ വയർലെസ് ഡാറ്റ സിസ്റ്റത്തിലൊക്കെയാണ് നോൺ ലീനിയർ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ ലീനിയർ മോഡുലേഷൻ ടെക്നിക്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് കൊഹറൻ്റ്ലി ഓർ ഡിഫറൻഷ്യലി. ലീനിയർ മോഡുലേഷൻ ടെക്നിക്സ് നമുക്ക് കൊഹറൻ്റ്ലി ഓർ ഡിഫറൻഷ്യലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ coherent detection requires the receiver to obtain a coherent phase reference for the transmitted signal. This is difficult to do in rapid fading environment and also increase the complexity of the receiver. അതായത് നമ്മൾ ലീനിയർ മോഡുലേഷനിൽ കൊഹറൻ്റ്ലി ആണ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. ഈ കൊഹറൻ്റ് ഡിറ്റക്ഷനിൽ നമ്മൾ റിസീവറിന് കൊഹറൻ്റ് ആയിട്ടുള്ള ഫേസ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ദി ട്രാൻസ്മിറ്റർ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കൊഹറൻ്റ് ആയിട്ടുള്ള ഫേസ് റെഫറൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എന്താ പറയുക, അതൊരു റാപ്പിഡ് ഫെയ്ഡിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സിറ്റി, അതായത് ഈ നെറ്റ്വർക്കിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് യൂസ് ചെയ്യാൻ. അതായത് അപ്പോൾ നമ്മൾ മോഡുലേഷൻ ടെക്നിക്കിൽ ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഡിറ്റക്ഷൻ യൂസസ് ദി പ്രീവിയസ്ലി ഡിറ്റക്റ്റഡ് സിമ്പിൾ ഇൻ എ ഫേസ് റെഫറൻസ് ഫോർ ദി കറൻറ്റ് സിമ്പിൾ. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഡിറ്റക്ഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫേസ് റെഫറൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ അത് മുന്നേ ഡിറ്റക്ട് ചെയ്ത ഒരു സിമ്പിളാണ് നമ്മളിവിടെ ഫേസ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാനൽ കോഡിംഗ് ആൻഡ് ലിങ്ക് ലെയർ റീട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ചാനൽ കോഡിംഗ് ആഡ്സ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ഇൻ ടു ദി ട്രാൻസ്മിറ്റഡ് ബിറ്റ് സ്ട്രീം വിച്ച് ആർ യൂസ്ഡ് ബൈ ദി റിസീവർ ടു കറക്റ്റ് എറർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ചാനൽ. അതായത് ഈ ചാനൽ കോഡിങ്ങിലൂടെ ചെയ്യുന്നത് റിഡൻഡൻറ്റ് ബിറ്റ്സും ട്രാൻസ്മിറ്റഡ് ബിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യും. അതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത് ആ ചാനലിലുള്ള എറേഴ്സിനെ കറക്റ്റ് ചെയ്യും. അതായത് ഈ റിഡൻഡൻറ്റ് ബിറ്റും ട്രാൻസ്മിറ്റഡ് ബിറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ഈ റിസീവർ യൂസ് ചെയ്തിട്ട് അതിലുള്ള എററിനെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ദിസ് അലൗസ് ഫോർ എ റിഡക്ഷൻ ഇൻ ട്രാൻസ്മിറ്റഡ് പവർ ടു അച്ചീവ് എ ഗിവൻ ടാർഗറ്റ് PER ആൻഡ് ഓൾസോ പ്രിവെൻറ്റ് പാക്കറ്റ് ട്രാൻസ്മിഷൻ ഇഫ് ഓൾ ദ ബിറ്റ് എറർ ഇൻ എ പാക്കറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അതായത് ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ട്രാൻസ്മിറ്റഡ് പവർ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എത്ര PER ആണോ വേണ്ടത് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പാക്കറ്റ് ട്രാൻസ്മിഷന് പ്രിവെൻറ്റ് ചെയ്യും. അതായത് കറക്റ്റ് ചെയ്തിട്ടുള്ള പാക്കറ്റ്